ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. അപ്പോൾ നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മൾ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഷോർട്ട് വീഡിയോസ് ഞാൻ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഇതൊരു പുതുമയായിരിക്കില്ല. പക്ഷേ ഞാൻ ഈ ഒരു ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ സ്കൾപ്ചർ വന്നിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സ്കൾപ്റ്റിംഗ് എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ലോങ് വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ബാക്കി പുതിയ വീഡിയോസ് എല്ലാം ഉണ്ട്, എല്ലാം റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് കാണാം. അപ്പോൾ നമുക്ക് സമയങ്ങളായ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് എൻ്റെ സൗണ്ട് കുറച്ച് പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കരകരാന്ന് സൗണ്ട് കേൾക്കും ചിലപ്പോൾ. അപ്പോൾ ഈ ഒരു സ്കൾപ്ചറിന് വേണ്ടത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയും അതുപോലെ ഇത് പാളിപ്പോയ ഫേസ് മോൾഡ് പരീക്ഷണം നടത്തിയിട്ട് ശരിക്ക് കിട്ടാത്ത 2 ഫേസ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ഇത് രണ്ടാമത്തെ ഫേസാണ്. അതിങ്ങനെ ഈ കുപ്പിയുടെ പുറത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതാ നമ്മുടെ ഹോം മെയ്ഡ് പേപ്പർ ക്ലേ എടുത്തിട്ട് ആ ഒരു ഫേസിനെ നമ്മൾ നന്നായിട്ട് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സ്കൾപ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുമ്പോൾ പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ ഒരു ലെവൽ ഓഫ് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. എനിക്ക് ഇപ്പോൾ എവിടെയാണോ എൻ്റെ സ്കൾപ്പിംഗ് ലെവലുള്ള ആ ലെവലിലുള്ള ഫേസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതുപോലെ ഏകദേശം ഒരു ഫേസിൻ്റെ ഒരു ഫ്രെയിമെല്ലാം കിട്ടിയതിന് ശേഷം നമുക്ക് മൂക്കിൻ്റെ അവിടെ സ്കൾപ്റ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ഓൾറെഡി അതിനൊരു ഫേസിൻ്റെ ഒരു ബേസ് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആകെ ഒരു ഓവൽ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നല്ലേ ഫേസ് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെ വരും. പിന്നെ പേപ്പർ ക്ലേ വെച്ച് സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പേപ്പർ ക്ലേ വെച്ച് സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലെയറായിട്ട് ചെയ്യുക. ഫസ്റ്റ് ലെയർ ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതിന് ശേഷം മാത്രം അടുത്ത ലെയർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ ക്ലേയിലും അതാണ് നല്ലത്. പക്ഷേ പേപ്പർ ക്ലേക്ക് പ്രത്യേകിച്ചും അതാണ് നല്ലത്. കാരണം കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടാൻ അത് സഹായിക്കും. പിന്നെ ഇതിലതും പ്രശ്നമല്ല കേട്ടോ, കാരണം ഓൾറെഡി ബേസിലുകൊണ്ട് ഒരു സ്റ്റിഫായിട്ടുള്ള ഒരു ബേസ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ചെവികളും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലും ഇതുപോലെ തന്നെ ബ്രഷൻസ് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഒരു ടൂളില്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലും നീഡിലോ എന്തെങ്കിലും വെച്ചാലും മതി. ഇനി നമ്മൾ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പിയുടെ പുറത്തൊക്കെ ക്ലേ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫെവിക്കോളും കൂടെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ക്ലേ വെച്ച് സ്കൾപ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ചിലപ്പം പ്ലാസ്റ്റിക് അല്ലേ, കുറച്ചും കൂടി മിനുസമുള്ള സർഫസ് ആയതുകൊണ്ട് ഉണങ്ങി കഴിയുമ്പോൾ അത് വിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പശ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഫേസും ആ ഒരു കഴുത്തെല്ലാം ഉണങ്ങിയെടുത്തതിന് ശേഷമാണ് കണ്ണിൻ്റെ അവിടെ ഇതുപോലെ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹെയറും കൂടെ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഷോർട്ട് വീഡിയോയിൽ ഇട്ട സാധനം തന്നെ വീണ്ടും ലോങ് വീഡിയോ ആയിട്ട് എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഞങ്ങൾ കണ്ടതല്ലേ, വീണ്ടും ഇത് കാണേണ്ട ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ അതിനൊരു മറുപടി ഉള്ളൂ കേട്ടോ. കാരണം ഒരു 100 പേരെ കണ്ടെന്നുള്ളെങ്കിലും അതിൽ ഒരു 5 പേരെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതുപോലെ സ്കൾപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. എൻ്റേതോ പെർഫെക്റ്റ് അല്ല, എന്നാലും എനിക്ക് അറിയുന്ന കാര്യം കുറച്ചെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്കത് ചെയ്യാനും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രം ഒരു ലോങ് വെർഷനും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനിത് കാണണം മുഴുവനൊന്നും പറയില്ല. പക്ഷേ ജസ്റ്റ് അതൊരു വീഡിയോ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വാൾപുട്ടി എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വാൾപുട്ടിയും 1 സ്പൂൺ വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടൊരു നല്ലൊരു തിക്കും അല്ല ലൂസും അല്ലാത്തൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് നമ്മൾ വേസ്റ്റായിട്ട് വരുന്ന ക്ലോത്ത് ഉണ്ടാവുമല്ലോ വീട്ടിലൊക്കെ, അതെടുക്കുക. ഇതിപ്പോൾ ഞാൻ തീരെ കട്ടി കുറഞ്ഞിട്ടുള്ള മുണ്ടിൻ്റെയൊക്കെ ക്ലോത്തില്ലേ, പഴയ മുണ്ടിൻ്റെയൊക്കെ അങ്ങനത്തെ ഒരു കോട്ടൺ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറുതായിട്ട് കീറിയിട്ട് ആ ഒരു മിക്സറിൽ മുക്കിയെടുക്കുക. അതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഫേസ് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു തുണി ഇതുപോലെ ആ ഒരു ഫേസിൻ്റെ ചുറ്റുമായിട്ടും നമ്മൾ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ബാറ്ററിൽ ഓൾറെഡി ഗ്ലൂ ഉള്ളതുകൊണ്ട് അത് കുപ്പിയിലേക്ക് നന്നായിട്ട് ഒട്ടിയിരുന്നോളും.
പിന്നെ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വളരെ നല്ല രീതിയിൽ തന്നെ അത് സ്റ്റിക്ക് ചെയ്തിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് സ്കൾപ്ചർ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. ഇത് വളരെ നല്ലൊരു ഐഡിയ ആണ്. ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏഞ്ചലിൻ്റെ സ്കൾപ്ചർ ചെയ്ത് ഓർക്കുന്നുണ്ടോ? അതിലൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ അനന്തി ഡോൾ, അനു ചേച്ചിയുടെ ഡോൾ ചെയ്തപ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ. അപ്പോൾ ഇതുപോലെ ഉണക്കിയെടുക്കുക. അപ്പോൾ ഇതിന് വാൾപുട്ടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പ്രൈമർ എടുത്തിട്ടുണ്ട്. ഇതൊരു സിമെൻറ്റ് പ്രൈമറാണ്. അതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ബാക്കി പെയിൻറ്റിങ് എല്ലാം ചെയ്യാം. അപ്പോൾ വാൾ പ്രൈമർ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് തന്നെ ഒരു കോട്ട് അടിച്ചിട്ട് പെയിൻറ്റ് ചെയ്താൽ മതി. നല്ലൊരു കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ അടിക്കുന്നത്. കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് ടച്ചൊക്കെ നമ്മുടെ സ്കൾപ്ചറിന് കൊടുക്കും. അതുകൊണ്ട് മാത്രം ഞാൻ പ്രൈമർ യൂസ് ചെയ്താൽ, നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഫേസ് എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പല സ്കിൻ ടോണിൻ്റെ 3 വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കിൻ കളർ മിക്സിങ്ങിന് പ്രത്യേകം വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഹെൽപ്ഫുള്ളായിട്ടുള്ള ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. ഈ ഒരു ഫേസിൻ്റെ പെയിൻറ്റിങ്ങിന് ഞാൻ അക്രിലിക് പെയിൻറ്റ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ സാധാരണ ഇതിൽ വാട്ടർ കളർ പെൻസിൽസും അതുപോലെ സോഫ്റ്റ് പേസ്റ്റൽസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. വെറും അക്രിലിക് പെയിൻറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തതാണ്. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. പിന്നെ ചിലയിടത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് പോകുമ്പം അറിയാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് വെറുതെ അത് കളയണ്ടല്ലോ. ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ എനിക്ക് ചെയ്യാനും ഒരുപാട് സമയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ആരെങ്കിലും പുതുതായിട്ട് കാണുമ്പോൾ അവർക്ക് ഇച്ചിരി ഉപയോഗപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ കണ്ണ് വരച്ചു കൊടുക്കുക. പിന്നെ എന്നോട് ഒരുപാട് പേര് ഫൈൻ ഡീറ്റെയിൽസ് ചെയ്യാൻ നല്ല ബ്രഷ് ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു ആൻസറേ ഉള്ളൂ. കഴിയുന്നതും ഒരു 000 സൈസുള്ള ബ്രഷെങ്കിലും ഉണ്ടാവുക. അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നെയിൽ ആർട്ടിൻ്റെ ബ്രഷ്, ഇതുപോലത്തെ ബ്രഷുകൾ വാങ്ങിക്കാൻ കിട്ടും. അത് സാധാരണ നെയിലിൽ നമ്മൾ നഖത്തിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന പോലത്തെ ബ്രഷാണ് ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബ്രഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗോൾഡ് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇതിൻ്റെ പുറത്തൊന്നിങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്നിങ്ങനെ തൂത്ത് കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. എനിവേ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് മൈ ലിറ്റിൽ ആർട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പുതിയ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ലോങ് വീഡിയോയിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്. ഏതായാലും ഞാൻ വീണ്ടും ലോങ് വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ അതൊക്കെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!